സഭയാകട്ടെ ദേശത്ത് വാഴുന്നത്. മേലാൽ വല്ലോരും പറയുന്നതല്ല സഭ കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്ന സഭ പറയുന്നത് ദേശം കേൾക്കട്ടെ. കാരണം സ്തോത്രം, നിങ്ങൾ പുരോഹിതന്മാരാണ്, നിങ്ങൾ രാജാക്കന്മാരാണ്, വാഴാനായി ജീവിക്കുന്നു. ബിക്കോസ് യു ആർ ദ പ്രീസ്റ്റ് ആൻഡ് യു ആർ ദ കിങ്. ഓ, നിങ്ങൾ രാജാക്കന്മാരാണ്, നിങ്ങൾ പുരോഹിതന്മാരാണ്. നിങ്ങൾ രാജാക്കന്മാരായതുകൊണ്ട് നമുക്കൊരു രാജാവുണ്ട്, അതുകൊണ്ടാണ് അവൻ രാജാതി രാജാവ്. ഓ, ഒരിക്കൽ കൂടെ, നമ്മൾ രാജാക്കന്മാരായതുകൊണ്ട് നമ്മുടെ നേതാവിൻ്റെ പേര് രാജാതി രാജാവ് എന്നായി. 1 തിമോഥെയോസ് 6:16-17, വെളിപ്പാട് 17:14, വെളിപ്പാട് 19:16 ആവർത്തിച്ച് വേദപുസ്തകം പറയുന്നു, ഹി ഈസ് ദ കിങ് ഓഫ് കിങ് ആൻഡ് ഹി ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ്. യേശു കർത്താവ്, അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്. കർത്താവ് യേശുവിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം തുടങ്ങി അവസാനം വരെയും ഈ ദൈവരാജ്യത്തിൻ്റെ പ്രസരിപ്പ് നിങ്ങൾക്ക് കാണുവാൻ കൊണ്ടും കഴിയാം. ഞാൻ ആവർത്തിക്കട്ടെ, യേശുവിൻ്റെ ജനനം തുടങ്ങി നാളെ ഇതുവരെ സ്തോത്രം ദൈവരാജ്യത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെതായ പ്രസൻസ് യേശു കർത്താവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയാം. കാരണം യേശു മതസ്ഥാപകനല്ല, അവൻ പേരെടുപ്പാൻ വന്നവനല്ല, അവൻ സാധാ പ്രവാചകനല്ല, അവൻ രാജാക്കന്മാരുടെ രാജാവാണ്.